ഇത് ആരെങ്കിലും ഒരാളങ്ങ് വായിച്ചോളൂ. നമ്മുടെ ഉപബോധ മനസ്സിൽ കാലങ്ങളായി പിടിച്ചു കിടന്നിരുന്ന നെഗറ്റീവ് ചിന്തകളെയെല്ലാം അവിടുന്ന് എടുത്തു കളയുകയും ഒപ്പം പോസിറ്റീവ് ചിന്തകളെ ഉള്ളിൽ നിറയ്ക്കുകയും ചെയ്യുവാനുള്ള സയൻസാണ് മൈൻഡ് മാസ്റ്ററി. അപ്പൊ ഇതൊരു സയൻസാണ്. എന്താണ് ആ സയൻസിൽ നടക്കുന്നത്? നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കിടപ്പുണ്ട്. അവയെല്ലാം എടുത്തു കളയണം. എടുത്തു കളഞ്ഞാൽ മാത്രം പോരാ, പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ നമ്മൾ അതിൽ നിറയ്ക്കുകയും ചെയ്യണം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ആയിക്കൊള്ളൊന്നുമില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതിനെ ഒന്ന് കാണാൻ പോവുക. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയായിരിക്കും നോക്കാം. ഇതാണ് സാധാരണ എല്ലാവരുടെയും സബ് കോൺഷ്യസ് മൈൻഡ്. ഇതൊക്കെ ഇന്നലെ എടുത്തത് ആ ഫ്രീ വെബിനാറിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഇതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സ് നിറച്ച് മുൾച്ചെടികളാണ്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ദേഷ്യം, സങ്കടം, പേടിയിലൊക്കെ വരുന്നതിൻ്റെ കാരണം. അപ്പം അതിനെയൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് നല്ലൊരു പൂന്തോട്ടാക്കി മാറ്റണം സബ് കോൺഷ്യസ് മൈൻഡ്. കാരണം എന്തുകൊണ്ടാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. ബോധമനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും ഒരു സ്ഥിരതയില്ല, അതെപ്പോഴും ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അതിൽ ഇങ്ങനെ നല്ല ചിന്തകൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് എങ്ങനെ വേണേലും ജീവിക്കാം, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഇപ്പോൾ റീത്തായുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒത്തിരി നന്മകൾ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഇപ്പോൾ വന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ സാധ്യത. ആരുടെയും ഹെൽപ്പ് ഇല്ലാതുകൊണ്ട് തന്നെത്താൻ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസങ്ങൾ, ഉറച്ച വിശ്വാസങ്ങൾ അവിടെ കിടപ്പുണ്ട്. എൻ്റെ കൂടെ ദൈവമുണ്ട്, എന്നെ എൻ്റെ കാത്തുകൊള്ളും, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളും എന്നുള്ള ഒരു തൻ്റെ ഇടം ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് വന്ന ബുദ്ധിമുട്ടൊക്കെ മാറി എന്നാണ് മാറിയതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇത് വായിച്ചോളൂ ആരെങ്കിലും. ആരൊക്കെ വേണേലും വായിക്കും കേട്ടോ, ഒരാൾ തന്നെ വായിക്കണ്ട, മാറി മാറി വായിച്ചോളൂ. Mind mastery is a science that helps to change our basic അടിസ്ഥാന attitude, മനോഭാവം and enhance വർദ്ധിപ്പിക്കുക our goal by putting positive suggestions and affirmations സ്ഥിരീകരണങ്ങൾ to the subconscious mind. And also mind mastery helps to reduce negative thoughts from the subconscious mind through various stress release methods. ഈ മൈൻഡ് മാസ്റ്ററുടെ ഒന്നുകൂടെ വിശദീകരണം പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു സയൻസാണ്. എങ്ങനെയാണ് നമ്മുടെ മനോഭാവത്തെ മാറ്റിയെടുക്കുക ചെയ്യുന്നത്. ആൻഡ് എൻഹാൻസ് അവർ ഗോൾ ബൈ പുട്ടിങ്. നമുക്ക് ചില ഗോളുകളൊക്കെ ഉണ്ടല്ലോ, ചില ലക്ഷ്യങ്ങളൊക്കെ. ആ ആ ഗോളുകളൊക്കെ എൻഹാൻസ് അവർ ഗോൾ, ആ ഗോളിനെ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആക്കി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ കൂടുതൽ നന്മയിലേക്ക് കൊണ്ടുപോകാൻ ബൈ പുട്ടിങ് പോസിറ്റീവ് സജഷൻസ് ആൻഡ് അഫർമേഷൻസ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അത് നിങ്ങളാരും ചെയ്യുന്നുണ്ടായിരിക്കുകയല്ല. അപ്പം അതാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതാണ് ഈ മുൾച്ചെടികളൊക്കെ പറിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ടൂൾസ് ഉപയോഗിക്കുന്നത്. NLPയോ അല്ലെങ്കിൽ സൈക്കോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് അകത്തുള്ള നെഗറ്റീവായിട്ടുള്ള വികാര വിചാരങ്ങളൊക്കെ എടുത്തു കളയും. എന്നിട്ട് പുതിയ ചിന്തകളെ എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്? ബൈ ഗിവിങ് പോസിറ്റീവ് സജഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലുന്നത്. അന്നേരം അവൻ തട്ടി ദൂരക്കളയും. അപ്പം അതിന് പറ്റിയ സമയം എന്നാന്ന് വെച്ചാൽ, ട്രാൻസ് ലെവൽ എത്തിച്ചു കഴിഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുമ്പോൾ ഒരു മയക്കത്തിൽ കിടക്കുന്ന ആ സമയത്തിൽ നമ്മൾ എന്തൊക്കെ നമ്മളോട് പറയുന്നോ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറും. അതാണ്
അങ്ങനെയാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പുതിയ പുതിയ ചിന്തകളെ കയറ്റുന്നത്. അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ചിന്ത ഏതാണോ വേണ്ടത് അത് ചിന്തിച്ചുകൊണ്ട് കിടക്കണം. ആ ചിന്തയോടുകൂടിയാണ് നമ്മുടെ മയക്കത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ചിന്ത ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയിക്കോളും. ഇത് സ്ഥിരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇതുകൊണ്ടാണ് പറയുന്നത് ഉറങ്ങുന്നതിന് 2-3 മണിക്കൂർ മുമ്പായിട്ട് ഈ വേണ്ടാധീനങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പോകരുത്, അങ്ങനത്തെ ചാനലുകളൊന്നും നോക്കാൻ പോകരുത്, നല്ല ബുക്സൊക്കെ വായിക്കുകയോ നല്ല കാര്യങ്ങളൊക്കെ വീട്ടിലുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോസിറ്റീവായിട്ടുള്ള എല്ലാവർക്കും സന്തോഷം തോന്നുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയോ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഉറക്കാൻ കിടക്കുക. അപ്പം നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന, നിങ്ങൾക്കറിയാൻ പറ്റേ, നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു പാട്ട് കേട്ടിട്ട് ഇറങ്ങിക്കേ, ഓഫീസിൽ ചെല്ലുന്നവരെ ഈ പാട്ട് മനസ്സിൽ മൂടിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് നമ്മൾ കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ 2 മണിക്കൂർ മുമ്പ് മുതൽ നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കുകയും ചിന്തിക്കുകയും കാണുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിൽ നിൽക്കും. ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്തകൾ അതായിരിക്കും. അപ്പോൾ ആ ചിന്തകളോടുകൂടിയാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ട്രാൻസ് ലെവലിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അത് സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കും. അതാണ് അതിൻ്റെ സൂത്രം. അപ്പോൾ അത് നിർബന്ധമായിട്ടും നമ്മൾ, പക്ഷേ ഇങ്ങനെ പലപ്പോഴും നമ്മൾ ഈ TV കാണുന്നതൊക്കെ അവസാനമാണ്, കിടക്കാൻ നേരത്ത് കണ്ടോണ്ട് ചാനലൊക്കെ കയറി നാട്ടുകാരുടെ തെറിയെല്ലാം കേട്ട മുഖ്യമന്ത്രിനെ, MLA-മാരെ, നാട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പിടിക്കുന്നതെല്ലാം കേട്ടോണ്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ അതൊക്കെ രജിസ്റ്റർ ചെയ്യും. അതുപോലെ തന്നെ പിള്ളേരെ എപ്പോഴും വളരെ സന്തോഷമായിട്ട് വേണം ഉറക്കാൻ. സന്തോഷം എന്ന് പറഞ്ഞാൽ അവനെ അല്ലെങ്കിൽ അവരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട്, നീ മിടുക്കനാണ്, നീ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, അതൊന്ന് നീ ഓർത്ത് നോക്കിക്കേ, നിനക്ക് നല്ല മാർക്ക് കിട്ടിയില്ലേ, ഇപ്പോൾ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാൽ അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒത്തിരി കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ നന്മകൾ മാത്രം പറഞ്ഞ് അവനെ സന്തോഷിപ്പിച്ച് വേണം കിടത്താൻ. അല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ രാത്രിയിൽ അതും ഇതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് വിളിച്ച് പറഞ്ഞുകൊണ്ട് ചാടിയേക്കും, പിന്നെയും കിടക്കും. അവനിതൊന്നും അറിയാനും പോകുന്നില്ല. നേരം വെളുക്കുമ്പം അവൻ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അവൻ അറിയത്തില്ല. അവൻ പറയാം, അമ്മ മൂത്രം ഒഴിച്ചെന്ന് പറയും, ഞാൻ മൂത്രം ഒഴിച്ചിട്ടില്ലെന്ന് പറയും. അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവനെ തെറ്റ് പറയാൻ പാടില്ല, അവൻ അറിഞ്ഞിട്ടില്ലല്ലോ സംഭവിച്ചേ. അപ്പം മൂത്രം വരുന്നതിന് കാരണം എന്ന് വെച്ചാൽ അവൻ്റെ ആങ്സൈറ്റി കൊണ്ടാണ്. നെഗറ്റീവ് വികാരങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ വാൽവുകളൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തില്ല മൈൻഡിന്. അപ്പോൾ അനാവശ്യമായ സമയങ്ങളിലൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്യും. രാത്രി ഉറക്കത്തിലൊക്കെ ആ മൂത്രം പോകാത്ര തന്നെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. രാത്രി മൂത്രം പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമൊന്നുമില്ല, അത് 2 ദിവസം കൊണ്ട് കറക്റ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി പ്രായമായ ആൾക്കാർ വരെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, കല്യാണത്തിന് മുമ്പൊക്കെ പല പെണ്ണുങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. സാറേ, ഇവള് പായിക്കകത്ത് മുള്ളും, ഇവളെ എങ്ങനെയാണ് കെട്ടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ്. അവരെ ഒന്ന് റിലാക്സ് ചെയ്താൽ മതി, തീർന്നു. And also mind mastery helps to reduce negative thoughts from subconscious mind. Subconscious മൈൻഡിൽ നിന്ന് ചിന്തകളെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മളത് മനഃപൂർവ്വം, ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളത് ചെയ്യുന്നുണ്ട്. തെറാപ്പികൾ ഉപയോഗിച്ചിട്ട് അതിനെ കളയും. ത്രൂ വേരിയസ് സ്ട്രെസ് റിലീസ് മെത്തേഡ്, അതൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ഫിസിയോളജി, സൈക്കോളജി, NLP, ലോ ഓഫ് അട്രാക്ഷൻ, സ്പിരിച്വൽ സയൻസ് ആൻഡ് ഹിപ്നോതെറാപ്പി. In mind mastery, we use our creative power to fulfill our dreams. ക്രിയേറ്റീവ് പവർ, നമുക്ക് ക്രിയേറ്റീവ് പവർ ഉണ്ട്. കാരണം ക്രിയേറ്ററല്ലേ നമ്മളെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ക്രിയേറ്ററിൻ്റെതായ എല്ലാ ഗുണങ്ങളും നമുക്കും ഉണ്ടല്ലോ. അപ്പോൾ നമുക്കും ക്രിയേറ്റീവ് പവർ ഉണ്ട്. വി ക്യാൻ ഓൾസോ ക്രിയേറ്റ് ആണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊന്ന് വായിച്ചേ, ഇപ്പം കണ്ടത്. മനസ്സിന്റെ അധിപൻ ആകുക, മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിക്കുക, ഇതാണ് എയിം ഓഫ് ദിസ് ക്ലാസ്. അധിപനാകാന്ന് പറഞ്ഞാൽ മനസ്സിലായോ?
മാസ്റ്റർ. മാസ്റ്റർ ആകാം. ഇപ്പൊ ആരാണ്? സ്ലേവാണ്. നമ്മൾ മനസ്സിന്റെ സ്ലേവാണ്. മനസ്സ് പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കുക ചെയ്യുന്നു. അപ്പൊ മനസ്സിനെ സ്ലേവ് ആക്കിയിട്ട് നമ്മൾ മാസ്റ്റർ ആകണം. മാസ്റ്റർ ആൻഡ് സ്ലേവ് ആണല്ലോ എല്ലായിടത്തും. ഓഫീസിലൊരു മാസ്റ്റർ കാണും, അതിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന. ഈ സ്ലേവ് എന്ന് പറഞ്ഞാൽ ആ പണ്ടത്തെ ആ മീനിങ്ങിലേക്ക് നമ്മൾ പോകണ്ട. ആഫ്രിക്കക്കാരെ മുഴുവൻ സ്ലേവായിട്ട് അമേരിക്കക്കാരെ കൊണ്ടുപോയി അടിച്ച് പണിയിപ്പിച്ചെന്നില്ല. അത് ആ ഒരു മീനിങ്ങിലേക്ക് പോകണ്ട. മാസ്റ്ററും മാസ്റ്ററിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ മനസ്സിൻ്റെ കീഴിൽ ജോലി ചെയ്യലേ എന്ന് നമ്മുടെ കീഴിൽ മനസ്സ് ജോലി ചെയ്യണം. അവിടെയാണ് പ്രശ്നം. ആ ലെവലിൽ എത്തുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. ഇനി ഈ ഓരോ ടൂളും നമ്മൾ വിവരിക്കുക ചെയ്യുന്നത് എന്താണ്? ഇതൊന്ന് വായിച്ച ആരെങ്കിലും? The law of attraction is the belief that positive or negative thoughts bring positive or negative experiences into a person's life. In order for someone to manifest what they want in their lives, they must act as if they are already living their desire. NLPക്കകത്ത് നമ്മൾ പറഞ്ഞില്ലേ, ആസിഫ് എന്ന് പറഞ്ഞൊരു സംഗതി വലിയൊരു സാധനം എന്ന് പറഞ്ഞില്ലേ? പരമേശ്വരൻ സാറ് കേട്ടത് ഓർക്കുന്നുണ്ടോ? ആസിഫ് ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഗതിയാണ്. ഇൻ ഓർഡർ ഫോർ സം ടു മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ, മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട്, തോട്ട്സ് ആർ തിങ്സ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പം അതിനെ മുഴുവൻ തിങ് ആയിട്ട് നമ്മൾ മാറ്റണം. ആ മാറ്റുന്ന സംഗതിക്കാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിനെ റിയൽ ചിന്തകളെ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? ഉച്ചയ്ക്ക് ഹോട്ടലിൽ പോയി ലഞ്ച് കഴിക്കാമെന്ന് നമ്മൾ എങ്ങനെ ചിന്തിക്കും? അത് മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട്, അത് ഇപ്പോൾ ഉച്ചയായി, നമ്മൾ ഹോട്ടലിൽ ഇരിക്കുന്നു, നമ്മൾ തിന്നോണ്ടിരിക്കുന്നതായിട്ട് കാണണം. അതൊന്ന്. രണ്ടാമത്, നമ്മൾ ഏതെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോവുകയാണെങ്കിൽ, വാങ്ങണം എന്നുണ്ടെങ്കിൽ, കാറ് വാങ്ങണം എന്നുണ്ടെങ്കിൽ കാറ് വാങ്ങിയതായിട്ട് നമ്മൾ അതിനെ കാണണം. ആസ് ഇഫ് വി റിസീവ്ഡ്. ഇപ്പം പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നു, അതെങ്ങനെയാ സാറേ കിട്ടാതെ കൊണ്ട് എങ്ങനെയാ കിട്ടിയെന്ന് നമ്മുടെ മനസ്സിനോട് പറയുന്നത്? അപ്പം ഞാൻ അവരോട് പറയും, പരമേശ്വർ സാറിന് അറിയാമായിരിക്കും, ബാങ്കിൽ ആരെങ്കിലും വന്ന് കാശ് ചോദിച്ചു കഴിഞ്ഞാൽ റെസിപ്റ്റ് സൈൻ ചെയ്യാതെ കൊണ്ട് കാശ് കൊടുക്കുമോ? ഐ റിസീവ്ഡ് 1000 rupees എന്ന് പറഞ്ഞോട് എഴുതി വെക്കണം. അപ്പോൾ അവരാ ചോദിക്കുമോ, സാറേ അതെങ്ങനെയാ സാറേ ഞാൻ റിസീവ്ഡ് എന്ന് എഴുതുന്നത്? ഇറ്റ് ഈസ് റോങ്, ഐ ഹാവ് നോട്ട് റിസീവ്ഡ്. അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, നീ റിസീവ്ഡ് എന്ന് എഴുതിയാൽ മാത്രമേ ഞാൻ കാശ് തരുള്ളൂ എന്ന് പറയും. ഇതാണ് സംഗതി. നമ്മൾ റിസീവ്ഡ് ആണ്. കാറ് മേടിച്ചു, വീട് പണിതു, നമ്മൾ അതിൽ ജീവിച്ചത്. അതാണ് ആസിഫ് എന്ന് പറഞ്ഞത്. ആസിഫ് ഞാൻ വീട് പണിത് അതിൻ്റെ അകത്ത് കിടന്നുറങ്ങുന്നതായിട്ട് നമ്മളത് വിഷ്വലൈസ് ചെയ്യണം. അല്ലാതെ കൊണ്ട് എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്? നിങ്ങൾ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കാൻ പോകും. ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതെങ്ങനെയാണ് കാണുന്നത്? അത് ആ ഹോട്ടലിൽ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കഴിക്കും എന്നും പറഞ്ഞുകൊണ്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സംഗതിയില്ല. മനസ്സിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? അവന് ചെയ്യുന്നതായിട്ടേ കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പണ്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അവന് കാണാൻ പറ്റിയല്ല. പണ്ട് ചെയ്തെന്നുള്ള സംഗതി അവൻ ഇപ്പം ചെയ്യുന്നതായിട്ടാണ്. നിങ്ങളൊരു കാര്യം ചെയ്ത്, നിങ്ങൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കുന്നതെന്ന് എല്ലാവരും ഒന്ന് കണ്ണടച്ച്. റീത്തയുടെ മുഖം മൂളിക്കേറിപ്പോയി. ഓക്കെ, ശ്രീജ ഫ്രീ ആണെങ്കിൽ വീഡിയോ തിരക്കണി. എവിടെയാ? വീട്ടിലാ? എത്തിയാ? അവിടെ ചിലപ്പോൾ യാത്രയിലായിരിക്കും. പുള്ളിക്കാരത്തി റെയിൽവേ ജോലി ചെയ്യുന്നയാളാ. 8 മണിയാകുന്നവരെ ഡ്യൂട്ടി അവർക്ക്. എത്തിയുള്ളൂ സാർ, അതെ വീട്ടിൽ കയറിയതേ ഉള്ളൂ. വീട്ടിൽ കയറതേ ഉള്ളൂ. കണ്ടോ, അപ്പൊ കറക്റ്റ് എത്തേ ഉള്ളൂ. 8 മണിക്ക് തന്നെ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയോ?
കുറച്ച് ലേറ്റ് ആയി ഇന്ന്. അതാണ് പറ്റിയത്. അപ്പോൾ വീഡിയോ എത്ര മണിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും? ഫോട്ടോ വിട്ടിരിക്കുന്നു, എപ്പോഴെങ്കിലും ഇങ്ങനെ തുറക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചു. ഉച്ചയ്ക്ക് നിങ്ങൾ ലഞ്ച് കഴിച്ചല്ലോ, അതൊന്ന് കണ്ടേ. എന്നിട്ട് കണ്ണ് തുറന്നു. പാസ്റ്റ് ടെൻസ് വല്ലതും കാണാൻ പറ്റുമോ? ഇപ്പം കഴിക്കുന്ന പോലെയല്ലേ നിങ്ങൾ കണ്ടത്? ഇതാണ് നമുക്ക് പാസ്റ്റ് ഇല്ലെന്ന് പറയുന്ന ഇതാണ്. ഫ്യൂച്ചറും ഇല്ല. നാളെ നിങ്ങൾ ഇഡ്ഡലിയാ അല്ലെങ്കിൽ പുട്ട എന്തെങ്കിലും ആട്ടെ, അത് കഴിക്കുന്ന ഒന്ന് കണ്ടേ. നാളത്തെ ബ്രേക്ക് ഒന്ന് കണ്ണടച്ചു. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളൊന്ന് കണ്ടേ കഴിക്കുന്നത്. നാളെ കഴിക്കുന്ന കേട്ടോ, അത് കാണാം. ഇപ്പം കഴിക്കുന്നില്ല, നാളെ കഴിക്കുന്നു, അത് കാണാം. എന്നിട്ട് കണ്ണ് തുറന്നു. നാളെ കഴിക്കുന്നത് കാണാൻ പറ്റുമോ? ഇപ്പം കഴിക്കുന്നതായിട്ടല്ല കണ്ടത്. അതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. നമുക്ക് നാളെ ഇല്ല, ഇന്നലെ ഇല്ല. വി ഗോട്ട് ഒൺലി നൗ. വേറെ ഒരു സംശയം, ഈ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കുന്നു പറഞ്ഞില്ലേ, ഈ 5 സ്റ്റാർ ഹോട്ടലിൽ കണ്ടിട്ടേ ഇല്ലാത്ത ആൾക്ക് എന്ത് ചെയ്യാം? 5 സ്റ്റാർ ഹോട്ടൽ കണ്ടിട്ടില്ലാത്തവർ 5 സ്റ്റാർ ഹോട്ടൽ കാണണ്ട. നിങ്ങളുടെ സ്റ്റാർ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളുടെ 3 സ്റ്റാറോ നാടൻ പെട്ടിക്കടയോ എന്തെങ്കിലും പുറത്തുനിന്ന് 1000 ഭക്ഷണം കഴിക്കാത്തവരാരും ഇന്നത്തെ കാലത്ത് കാണുക. അത് ശരിയാ, പക്ഷേ നമ്മൾ 5 സ്റ്റാർ ഹോട്ടൽ എന്നുള്ളത് ഇച്ചിരി ഹയർ ലെവലിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളാരെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടില്ലെങ്കിൽ പോകണ്ട. നാടൻ തട്ടുകടയിൽ പോയിട്ട് പുട്ടും കടലയും തിന്നുന്നത് കണ്ടാൽ മതി. ഇന്നിപ്പോൾ ഐസ്ക്രീം കിട്ടാത്തത് ഒരു കടയില്ല. വഴിയോരത്ത് മുഴുവൻ ഐസ്ക്രീം കിട്ടും. അപ്പൊ പരമേശ്വരൻ സാറിന്റെ ഡൗട്ട് ക്ലിയർ ആയോ? അല്ല, എൻ്റെ സംശയം അതല്ല. പിന്നെ ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷനിൽ ആർക്കെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കഴിക്കുന്നത് പോലെ ആകണം എന്ന് തോന്നുകയാണെങ്കിൽ അവൻ ആദ്യം 5 സ്റ്റാർ ഹോട്ടലിനെ അവൻ്റെതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം. അതിനല്ലേ നമ്മുടെ വെൽ ഫോംഡ് ഔട്ട്കം ഉണ്ടാക്കുന്നത്. ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. നിന്റെ 5 സ്റ്റാർ ഹോട്ടൽ എങ്ങനെയായിരിക്കുന്നതെന്ന് നീ തീരുമാനിച്ചോണം. അത് എത്ര നിലയുള്ളതായിരിക്കണം, എയർ കണ്ടീഷൻഡ് ആയിരിക്കണം, സ്വിമ്മിംഗ് പൂൾ വേണോ, അതെല്ലാം നീ തീരുമാനിച്ചോണം. അതല്ലേ പറഞ്ഞ് യു ആർ എ ക്രിയേറ്റർ എന്ന് പറഞ്ഞു. അതാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നീ ചിന്തിക്കുന്നതനുസരിച്ചിട്ടാണ് നീ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ചിന്തിക്കുന്നതനുസരിച്ചിട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യും. അവള് ചിന്തിക്കുന്നതനുസരിച്ച് അവള് മാനിഫെസ്റ്റ് ചെയ്യും. നിങ്ങൾ ചിന്തിക്കുന്നതനുസരിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളെന്ന് പറഞ്ഞ സംഗതി അവിടെ ഇല്ല. നിങ്ങളെങ്ങനെയാ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളെന്ന് പറഞ്ഞാൽ പ്ലൂറലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യുവിന് കുഴപ്പമില്ല. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കുമ്പോൾ തന്നെ ആ തരത്തിൽ അവരങ്ങ് എടുത്തോളും. സിംഗിൾ വേണ്ടിടത്ത് സിംഗിൾ എടുത്തോളും, പ്ലൂറൽ വേണ്ടിടത്ത് പ്ലൂറൽ. പക്ഷെ നമ്മൾ നിങ്ങളെന്ന് പറഞ്ഞാൽ പ്ലൂറലാ പൊതുവേ. അല്ലെങ്കിൽ താങ്കളെന്ന് പറയണം. താങ്കളെന്ന് പറഞ്ഞാൽ ആർക്കും ദഹിക്കുകയില്ല, മനസ്സിന് മനസ്സിലാകുകയില്ല. കാരണം മനസ്സത് ശീലിച്ചിട്ടില്ല. എന്നെ ആരോ ഒരാള് താങ്കളെന്ന് ആദ്യമായിട്ട് വിളിക്കുന്ന ആരോ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ എന്നതാ ഏതോ ഒരു പ്രോഗ്രാമിന് പോയപ്പം സന്യാസിമാരുടെ സ്വാമിമാരുടെ അതിനെന്നാ പറയുന്നത്, ധ്യാനം. ആശ്രമം പിന്നെ ഉണ്ടല്ലോ, അവരുടെ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ. ഈ എന്തോ അവരുടെ
റിലീജിയസ് ആയിട്ടുള്ള റിലീജിയനിലെ ഈ പറഞ്ഞ എന്തൊരു ക്ലാസ്സാണ്. എനിക്ക് തോന്നുന്നത് ശ്രീകൃഷ്ണ ഈ തൃപ്പൂണിത്തുറയുള്ള ഒരു മഠമുണ്ടല്ലോ, അറിയാമോ? തൃപ്പൂണിത്തുറയുള്ള ആ ബസ് തിരിയുന്നിടത്ത് ആ ഇപ്പോഴത്തെ ഹബ്ബ് കഴിഞ്ഞിട്ട് അങ്ങനെ ചെല്ലുന്ന ബസ് സ്റ്റോപ്പ് അവിടെ തന്നെ ഒരു മഠമുണ്ടല്ലോ, ഇല്ലേ? കണ്ടിട്ടില്ലേ? അവിടെ മഠം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ ബസ് സ്റ്റോപ്പിൽ തന്നെ. രാമകൃഷ്ണ മിഷനിലെ രാമകൃഷ്ണ അത് വൈറ്റില വൈറ്റില്ല. അത് രാമകൃഷ്ണം ആ ആശ്രമം ആ അതെ. ആശ്രമമാണ്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു 3-4 ദിവസത്തെ ക്ലാസ്സിന് പോണത്. എന്താന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. എന്തോ ഒരു പത്രത്തിലല്ല, അന്ന് പത്രത്തിലൊക്കെ വരുമായിരുന്നു, ഇന്നലെ പത്രത്തിൽ. അപ്പോൾ അന്ന് ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ടില്ല, വെറുതെ ഒന്ന് കേൾക്കാൻ ചുമ്മാ ഇരിക്കുക, ഏതായാലും വന്ന് അതൊന്ന് പോയേക്കാന്നുണ്ട് പോയത്. അവിടെ ചെന്നപ്പം അവിടുത്തെ ക്ലാസ് കേട്ടു. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? There is no past, there is no future, only present we have got. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഓരോ സംഗതികളൊക്കെ നമുക്ക് വേണ്ട സംഗതികളൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് കിടക്കണം. അപ്പോൾ ആ ഉറക്കത്തിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുന്ന ഈ സംഗതി നമ്മൾ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തല്ലോ, ആ സാധനം സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, പിന്നെ മാറത്തില്ല. ഇല്ലെങ്കിൽ ആ ശരിക്കുള്ള ക്രിയേഷൻ നടക്കില്ല. ഇത് ഇങ്ങനെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. ആദ്യം ഒരു 2 നിലക്കെട്ട് നമ്മൾ ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും പറയുന്നത് കേട്ട് 2 നിലക്കെട്ട് ഒന്നും വേണ്ടേ, അപ്പം 2ാം നില ഭയങ്കര ചൂടായിരിക്കും, നമുക്ക് 1 നില മതി, ഇച്ചിരി കൂട്ടിയിട്ട് മുകളിൽ എന്നിട്ട് ഓടിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് മാറും. അത് കഴിയുമ്പോൾ വേറൊരാളെന്ന് പറയും 2 നിലയില്ല 3 നില വേണം. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ കഴിഞ്ഞാൽ ആര് പറഞ്ഞാൽ അത് മാറത്തില്ല. വി ആർ ടേക്കൺ എ ഡിസിഷൻ. അതാണ് അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ അറിയാമല്ലോ, അറിയത്തില്ലേ? പറയാം. നമ്മുടെ സാധാരണതയിൽ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വിൽ അട്രാക്ട് നെഗറ്റീവ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഫിസിക്സിൽ. ഇതങ്ങനെയല്ല. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും. നെഗറ്റീവായിട്ട് ഇരുന്ന് ഞാൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അട്രാക്ട് ചെയ്യത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് വരുന്ന ആൾക്കാരെല്ലാം സങ്കടക്കാരായിരിക്കും. നിങ്ങൾ ഒരു മരിച്ച വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് അവിടെ എല്ലാവരും സങ്കടത്തിലായിരിക്കും. ഈ സങ്കടത്തിലിരിക്കുന്ന ആൾക്കാർ നേരെ ഒരു കല്യാണ വീട്ടിലേക്ക് വെക്കുക. അവിടെ ചെല്ലുമ്പോൾ ഈ സങ്കടം എല്ലാം മാറി കല്യാണമായിട്ട് മാറും, അപ്പോൾ ഹാപ്പി ആയിട്ട് മാറും. ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ കൂടെ മാത്രമേ സഞ്ചരിക്കാവുള്ളൂ. അതുപോലെ തന്നെ എവിടെ സംസാരിക്കുമ്പോഴാണെങ്കിലും രോഗത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ പോകരുത്, സങ്കടത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ പാടില്ലെന്നാണ്. ഈ രോഗവും സങ്കടവും ഇല്ലാത്തവരാരാ ഉള്ളതെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ചില ആൾക്കാർക്ക് ഇതൊരു രസമാണ് പറഞ്ഞുകൊണ്ടിരിക്കാന്നുള്ളത്. അങ്ങനെ പറയുന്നതോടുകൂടി അവരുടെ രോഗങ്ങൾ കൂടും. കാരണം നെഗറ്റീവാണ് അവർ. സോ ദേ വിൽ ബി അട്രാക്ടിങ് നെഗറ്റീവ് തിങ്സ്. കാരണം രോഗം എന്ന് പറയുന്നത് നെഗറ്റീവാണ്, സങ്കടം ദേഷ്യം എന്നൊക്കെ പറയുന്നത് എല്ലാം നെഗറ്റീവാണ്. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കണം. പോസിറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അടുത്തേക്ക് വരുന്നതും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ വരുള്ളൂ. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രിൻസിപ്പിൾ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? പരമേശ്വരൻ സാറേ പറ. ഡൗട്ടുള്ള ഒരു അനുഭവം പറയാം. പറഞ്ഞു. ഞാൻ കോഴിക്കോട് ഇവിടെ ഒരു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഞങ്ങളുടെ ഓഫീസ്.
അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് അവിടുത്തെ ക്യാൻറ്റീനിലാണ് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പതിവായിട്ട് പോകുമ്പോഴെല്ലാം ഈ കഥകളൊക്കെ കേൾക്കും. മാമൻ മരിച്ചു, ആ ഡോക്ടർ മരിച്ചു എന്നെല്ലാം കേട്ടിങ്ങനെ അപ്പോഴെല്ലാം മനസ്സിൽ അത് ചുമ്മാ കഥയായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ മനസ്സിൽ ഇങ്ങനെ മാറ്റി മാറ്റി പോകും. ഈ പറയുന്ന ഒരു ദിവസം കൂടുതൽ കഴിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അതെ, ഞങ്ങളുടെ ഓഫീസിലുള്ളവർ തന്നെയാണ്. ഓ. എന്നിട്ട് ഒരു ദിവസം എനിക്ക് ഇച്ചിരി വയ്യാണ്ടായപ്പോഴത്തേക്ക് എന്നെ പിടിച്ച് അവിടെ ICUയിൽ കയറ്റി കിടത്തി. അങ്ങനെ അപ്പോൾ ഈ ഹോസ്പിറ്റൽ കണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ആ കഥയും കേട്ട് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ഇതാണെന്നാണ് തോന്നുന്നത്. അത് തന്നെ, അതാണ് സംഗതിയുടെ കുട്ടൻസ്. അപ്പൊ ഇതാണ് ഈ ടൂള്, വൺ ഓഫ് ദ ടൂൾ. ഇനി NLP താഴെ ഇതൊന്ന് വായിച്ചേ. Based on the presupposition that body and mind are parts of the same system. ഇത് ഭയങ്കര സിമ്പിളാ, ബെസ്റ്റ് തെറാപ്പിയാ. അപ്പോൾ എന്ത് ചെയ്യണം? ബോഡി ആൻഡ് മൈൻഡ് ആർ പാർട്സ് ഓഫ് ദ സെയിം സിസ്റ്റം. അപ്പോൾ ശരീരത്തിന് സന്തോഷമായിട്ടിരിക്കുമ്പം നമ്മുടെ ശരീരം എങ്ങനെയാണോ ആ തരത്തിലേക്ക് സങ്കടം വരുമ്പോൾ ബോഡീനെ നമ്മൾ കറക്റ്റ് ചെയ്യും. നിങ്ങൾക്കിപ്പോൾ സങ്കടം വന്നൊന്ന് കുട്ടിക്കോ, സങ്കടം വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? സങ്കടപ്പെട്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സന്തോഷത്തിൽ എങ്ങനെയാണോ അതുപോലെ അങ്ങ് ഇരുന്നുവെച്ചാൽ മതി. പെട്ടെന്ന് സങ്കടം അതിൻ്റെ വഴിക്ക് പോകും. ഇതാണ് NLPയുടെ പ്രിൻസിപ്പിള്. ഏത് ഇഷ്യൂവും ദേഷ്യം വന്നു കഴിയുമ്പം നമുക്ക് കണ്ടമാനം പല്ലൊക്കെ ഇറങ്ങി ദേഷ്യം വന്ന് നോക്കുക. ഉടനെ ആ സ്ഥലത്തു നിന്ന് മാറുക, ഒരു കസേരയിൽ പോയി ഇരിക്കുക, നേരെ സന്തോഷം വരുന്ന രീതിയിൽ കൂടെ ഒന്ന് ആക്ട് ചെയ്യണം. ഇവിടെയാണ് ആസിഫ് ഐ ആം എ ഹാപ്പി പേഴ്സൺ, അങ്ങോട്ട് ഇരുന്നേച്ചാൽ മതി. എങ്ങനെയായിരിക്കുന്നത്? ഹാപ്പി പേഴ്സൺ ആണെങ്കിൽ താടിയൊക്കെ പൊക്കി ആർട്ടിഫിഷ്യൽ ചിരി, ഉള്ളിൽ ദേഷ്യം കിടപ്പുണ്ട്. അപ്പം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കുക ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് ദേഷ്യം പൊക്കോളും. ഞാനീ പറയുന്നതൊന്നും ചുമ്മാ പറയുന്നതല്ല, ഞാൻ അതൊക്കെ വേണമെങ്കിൽ പറയാം എങ്ങനെയാണെന്ന്. ഇതുപോലെയല്ല. എവിടെയാ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പണ്ടൊക്കെ എപ്പോഴും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി മീറ്റിങ്ങിന് പോകുമായിരുന്നു. ഉച്ച കഴിഞ്ഞത്തെ മീറ്റിങ്ങാണ്, ഒരു ഗ്രൂപ്പിൻ്റെയാണ്. അപ്പോൾ അത് സ്ഥലം ഏതാണ്ട് മുളന്തുരുത്തി അല്ല, കാഞ്ഞിരമറ്റ ആ ഭാഗത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്ക് ആ വഴിയൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനും ഭാര്യയും കൂടെ ഇച്ചിരി നേരത്തെ പോയി. അപ്പം അവിടെ ചെന്ന് വീടൊക്കെ ലൊക്കേറ്റ് ചെയ്തു. ഇനി വീട്ടിലോട്ടൊന്ന് പെട്ടെന്ന് കാറിലെ പോയെന്ന്. കാർ എവിടെയോ പാർക്ക് ചെയ്തതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ലൊക്കേറ്റ് ചെയ്തു. അപ്പോൾ 2 മണിക്കൂർ പിന്നെയും മിച്ചമുണ്ട്. 2 മണിക്കൂർ 1 മണിക്കൂർ മിച്ചമുണ്ട്. എന്ത് ചെയ്യണം? അപ്പം അന്ന് എന്തോ ഒരു ഹോളിഡേ ആയിരുന്നു തോന്നുന്നു, പല കടകളും ഇല്ല. ആകെ മൊത്തം ഒരു കടയെ തുറന്നിട്ടുള്ളൂ. അവിടെ കയറി ഒരു നാടൻ കടയാണ്. നാടൻ കട കയറി ചായ ഓർഡർ ചെയ്തു, എന്താ ചെറിയ കടി ഓർഡർ ചെയ്തു. ഈ ചായ കൊണ്ടുവന്ന് ഞാനും വൈഫും കൂടെ ഒരു മേശയിലായിരിക്കുന്നത്. വൈഫിൻ്റെ മുമ്പിലോട്ട് ഒരു ചായ വെച്ചു. രണ്ടാമത്തെ ചായ ഒരു ബംഗാളി പയ്യനാണ്. രണ്ടാമത്തെ ചായ എൻ്റെ മുമ്പിലാണ് വെച്ചെങ്കിലും മേശയുടെ സൈഡിലാണ് വെച്ചത്. അത് നേരെ മാറി എൻ്റെ കാലിലോട്ട് വീണു. ഒന്ന് ആലോചിച്ച് നോക്കിയ ചൂട് ചായ കാലിലോട്ട് വീണു. അപ്പോഴേ ഞാൻ ചിരിച്ചു. എങ്ങനെയുണ്ട്? ചിരിച്ചത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചിരിച്ചതൊന്നുമല്ല, എനിക്ക് ചിരിയാ വന്നത്. ഞാനത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ വൈഫ് എന്നോട് ആരും കേൾക്കാത്ത മോട്ട് ചെയ്തത്, തോമാച്ചൻ എന്നെ ചിരിക്കുന്ന, കാല് പൊള്ളിയില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാല് പൊള്ളി, അതുകൊണ്ടാണ് ചിരിച്ചതെന്ന് പറഞ്ഞു. അതാണ് സംഗതി. ഇതൊക്കെ പ്രാക്ടീസ്. അതുപോലെ തന്നെ ഈ വണ്ടി നമ്മൾ ഓടിക്കുമ്പോഴേക്കുണ്ടല്ലോ, ചില ആൾക്കാരൊക്കെ തിരിഞ്ഞൊക്കെ ദേഷ്യപ്പെട്ട് നോക്കുമല്ലോ. അപ്പം ഞാൻ ചിരിച്ചു കാണിക്കും. ചിരിയാ വരുന്നത്.
ഇന്നലെ പരമേശ്വരൻ സാർ ഓർക്കുന്നുണ്ടോ 5th ലെവൽ എന്നാണെന്ന്? ഇതാണ് 5th ലെവൽ എന്ന് പറയുന്നത്. പെർസെപ്ഷണൽ പൊസിഷൻ 5th ലെവൽ. ഇതാണ് 5th ലെവൽ. ചിരിക്കുക. ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ സാറായോട് ചോദിച്ചു, ഇന്നലെ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി പ്ലാൻ ഇട്ടത് എന്നാന്ന് ചോദിച്ചു. നേരം പുള്ളി പറഞ്ഞു, പുള്ളിക്കാരത്തി ആർക്കോ കൗൺസിലിംഗ് എടുത്തു കഴിഞ്ഞപ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ള എന്തോ ഇഷ്യൂ ഒക്കെയാണ്. അതൊക്കെ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം പുള്ളിക്കാരത്തി ചിരിക്കാന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, എന്താ ചിരിച്ചെന്ന് ചോദിച്ചു. നേരം പറഞ്ഞെന്ന് പുള്ളിക്കാരത്തി തന്നെ പറഞ്ഞു, അല്ല ഇതിലൊക്കെ എന്നെ കാര്യം ഇരിക്കുന്നത്, ചുമ്മാ അടിപിടി കൂടുന്നു, ഇതൊക്കെ മണ്ടത്തരമല്ലേ നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നുള്ള അറിവ് ഇപ്പം എനിക്ക് വന്നെന്ന് പറഞ്ഞു. അപ്പം ചിരിക്കും ആൾക്കാർ. ഇതാണ് 5th ലെവൽ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ 5th ലെവലിലായിരിക്കും ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നത്. നമ്മളിതൊന്നും അറിയുന്നില്ല, ലെവലിനെ പറ്റിയൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഹാപ്പിയുടെ ഇതാണ് 5th ലെവൽ. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കാലൊടിഞ്ഞാലും 5th ലെവലാണ്. ഇനി ഭാര്യ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു കിടക്കുകയാണെങ്കിൽ അതും 5th ലെവലാണ്. നമ്മൾ കാണാം, ദേ കിടക്കുന്ന ഒരു ഡെഡ് ബോഡി. ഇതിനകത്ത് അത് എഴുതിയിട്ടുണ്ട്. മനഃശാസ്ത്രം, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ മീൻസ് കോംപ്രിഹെൻഡിങ് why people act in a certain way, how they respond to the world around them. ഇതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. മനുഷ്യന്റെ ബിഹേവിയറിനെ പഠിക്കുക. എന്തിനാ പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പെരുമാറുന്നത്? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാമല്ലോ. ഒരു കുട്ടി എന്തുകൊണ്ടാണ് കരയുന്നത്? വിശന്നിട്ട്. അപ്പോൾ വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാല് കൊടുക്കും. അത്രയുള്ളൂ. ബിഹേവിയർ എന്താണ്? കരച്ചത്. എന്തുകൊണ്ടാണ് കരയുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഒരാൾക്ക് ദേഷ്യം, എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത്? അയാൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് അയാൾ നടക്കുന്നത്. അതിനെ മാറ്റിയെടുക്കുക. എന്നിങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത്? നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം നിർബന്ധമില്ല, തീർന്നു. ഇതാണ് സൈക്കോളജി. അത്രേ ഉള്ളൂ. നമ്മൾ ഈ വലിയ ആനക്കാരിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലെന്നേ. നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. ഈ 5 കൊല്ലം 6 കൊല്ലമൊക്കെ സൈക്കോളജി പഠിച്ച് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ശരിക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. അതാണ് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞത്. നിങ്ങൾ ഈ സൈക്കോളജിയും NLP ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതിനകത്തെ ആ ടൂൾസ് മാത്രം പഠിച്ചാൽ മതി. NLPയുടെ ടൂൾ വളരെ സിമ്പിളല്ലേ? ബോഡി ആൻഡ് മൈൻഡ് ആർ പാർട്സ് ഓഫ് ദ സെയിം സിസ്റ്റം. സൈക്കോളജി ഇപ്പം സിമ്പിൾ അല്ലേ? എന്തുകൊണ്ടാണ് ഈ ദേഷ്യം വന്നത്? ദേഷ്യം വന്നത് ഒരാളെ കാരണം കണ്ടുപിടിച്ചു, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ അവനോട് പറഞ്ഞു കൊടുക്കും, നീ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും എപ്പോഴും നടക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ നിർബന്ധം പഠിച്ചിരിക്കുന്ന മണ്ടത്തരമല്ലേ? അതാണ് നമ്മളെ സംബന്ധിച്ചോളം എന്താ വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി എന്ന് വായിച്ചേ. It is the right knowledge about the mind, looking inwards, listening to the mind. ഇതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. കറക്റ്റായിട്ടുള്ള അറിവുണ്ടായിരിക്കണം മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന്. അത്രേ ഉള്ളൂ സ്പിരിച്വാലിറ്റി. മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അവനാണ് നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കുന്നത്. അപ്പം അവനെ നേരെ കൊണ്ടു നടന്ന ആ കാര്യം തീർന്നു. ഇതൊന്ന് വായിച്ചേ. We have a magnet inside which attracts everything according to the state of our mind, positive or negative state. അകത്തൊരു മാഗ്നറ്റ് ഉണ്ട്. വിച്ച് അട്രാക്ട്സ് എവറിത്തിങ് അക്കോർഡിംഗ് ടു ദ സ്റ്റേറ്റ്.
നമ്മുടെ സ്റ്റേറ്റ് എന്താണോ, അതല്ലേ നമ്മൾ NLP പഠിച്ചത്. നമുക്ക് പുറത്തുനിന്നുള്ള അനുഭവങ്ങൾ വന്നു കഴിയുമ്പം നമ്മുടെ ഒരു സ്റ്റേറ്റ് ഉണ്ട്. ഇന്റേണൽ റെപ്രസെൻറ്റേഷനെ ആശ്രയിച്ചിട്ട് നമുക്കൊരു സ്റ്റേറ്റ് ഉണ്ടാകും. ആ സ്റ്റേറ്റിനെ ആശ്രയിച്ചിട്ട് പുറത്തുനിന്നുള്ള സംഗതികളൊക്കെ നമ്മൾ അട്രാക്ട് ചെയ്യും. ഇത് വായിക്കാവോ? നിങ്ങൾക്ക് വായിക്കാവോ? കാണാവോ? ആരെങ്കിലും വായിക്കുക? അലോകത്തിന്റെ അത്ഭുത വിളക്കാണ് നമ്മുടെ മനസ്സ്. എന്ത് ചോദിച്ചാലും ലഭിക്കും. അലാവുദ്ദീന്റെ വിളക്ക് എന്നാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ കുട്ടികളോട് ചോദിച്ചാൽ മതി, അവർക്കറിയാം. ആ വിളക്ക് എന്ത് ചോദിച്ചാലും നമുക്ക് തരും. എന്ന് പറഞ്ഞാൽ ഈ മനസ്സെന്ന് പറയുന്നതും മനസ്സിന്റെ ഒരു പ്രത്യേകത തന്നെ, മനസ്സെന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ ചോദിക്കുന്നില്ലെന്നുള്ളതാണ് പ്രശ്നം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ആസ് ഇഫ് യു റിസീവ്. അങ്ങനെ വേണം ചോദിക്കാൻ. ആ ചോദിക്കേണ്ട വിധത്തിൽ ചോദിക്കണം. ബാങ്കിൽ ചെന്നിട്ട് നമ്മൾ റിസീവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടും എന്ന് പറഞ്ഞാല്, എനിക്കത് കിട്ടി, ഞാനിത് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇത് വായിച്ചേ. The body needs Body. or- the body needs ordinary food, nutritious food, exercise. ബോഡി നീഡ്സ് ഓർഡിനറി ഫുഡ്, ന്യൂട്രീഷ്യസ് ഫുഡ് ആൻഡ് എക്സസൈസ്. ഇതാണ് ശരീരത്തിന്റെ ആവശ്യം. നമുക്ക് ഞാനെന്ന് പറയുന്ന രണ്ട് സംഗതികൾ അറിയാമല്ലോ, മനസ്സും ശരീരവും. ശരീരത്തിന് വേണ്ട എന്തൊക്കെയാണ്? ഓർഡിനറി ഫുഡ് എന്ന് പറഞ്ഞാൽ ചോറ്, കപ്പ, പുഴുക്കൊക്കെയാണ്. ന്യൂട്രീഷ്യസ് ഫുഡ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നിങ്ങളാരും ഇത് പഠിച്ചിട്ടില്ലേ? എന്താണ് ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് പറഞ്ഞാൽ? പോഷകാഹാരം. ആഹാരവും പോഷകാഹാരവും. നിങ്ങൾക്കറിയത്തില്ലേ? പോയി പഠിക്കുന്നതാണ് പോഷകാഹാരം. ഇല്ലേ? ഡോക്ടർമാർ പറയല്ലേ, വെറുതെ ഇങ്ങനെ വലിച്ചു വാരി തിന്നിട്ട് കാര്യമൊന്നുമില്ല, പോഷകാഹാരം കഴിക്കണം. അപ്പം അതാണ് പോഷകാഹാരം. പിന്നെ വേണ്ടത് എക്സസൈസ്. ഇത് മൂന്നും വേണം. ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ശരീരം നന്നായിട്ട് നിലനിൽക്കുള്ളൂ. ഇതുപോലെ മനസ്സിന് വേണ്ടത് എന്തൊക്കെയാണ്? ഇത് വായിച്ച്. The mind needs knowledge and ideas plus spirituality and a relaxation. അപ്പോൾ ഇവിടെ 3 കാര്യം വേണം, അതുപോലെ 3 കാര്യം ഇവിടെയും വേണം. മനസ്സിന് ആദ്യം അറിവുണ്ടായിരിക്കണം. അതാണ് നോളജ്, ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞത്. അതിന് പുറമെ സ്പിരിച്വാലിറ്റിയാണ് ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് പറയുന്നത്. അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആ അറിവ് സ്പിരിച്വാലിറ്റിയിൽപ്പെട്ട അറിവുകളായിരിക്കണം. വെട്ടിപ്പൊന്നും ആയിരിക്കരുത്. എല്ലാവർക്കും അത് മാത്രമേ അറിയത്തുള്ളൂ, ആ നോളജേ ഉള്ളൂ. ഇങ്ങനെ ഷോർട്ട് കട്ടിൽ കൂടെ പല പിള്ളേരും ഈ കൗൺസിലിംഗൊക്കെ വന്നു കഴിയുമ്പം അവരും പറയുന്നതാണ്, സാറേ പൈസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാമോ? എന്നോട് എത്ര ആൾക്കാർ ചോദിക്കാറുണ്ടെന്നറിയാം, സാറേ NLP കൊണ്ട് കാര്യം തന്നെ ഇരിക്കുന്നത്, പൈസ ഉണ്ടാക്കാനുള്ള ക്ലാസ് തന്നെ. അത് വേണം. അതും എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, 1 വർഷം കൊണ്ട് എനിക്കൊരു വലിയൊരു മില്യണറാണ്. ഞാൻ പറഞ്ഞ 1 വർഷം കൊണ്ട് മില്യണർ ആകുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെത്ര നാള് പിന്നെ അങ്ങനെ ആക്കിയ ആൾക്കാരൊക്കെ ഇവിടുന്ന് ഓടേണ്ടി വരും. അപ്പം അങ്ങനെയല്ലേ ഓരോരുത്തരൊക്കെ ഇംഗ്ലണ്ടിലൊക്കെ പോയി കിടക്കുന്നു, അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കണം.
അപ്പോൾ ഇത് രണ്ടും കൂടെ വേണം. പിന്നെ റിലാക്സേഷനും വേണം. എന്താണ് ഈ എക്സസൈസ് എന്ന് പറഞ്ഞ സാധനമാണ് റിലാക്സേഷൻ. മനസ്സിന്റെ എക്സസൈസ് ആണ് റിലാക്സേഷൻ. ഇതൊന്ന് വായിച്ചേ. You make your mind secure by shielding it with a bulletproof jacket, the right knowledge about the mind. ഇതുപോലെ ക്ലാസ് എടുത്ത് വെച്ചിട്ട് അവസാനം അന്ന് നമ്മൾ ഇതൊന്നും കൊടുക്കലായിരുന്നു, വീഡിയോ ഒന്നും കൊടുക്കലായിരുന്നു. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാറ്. റിപ്പീറ്റ് ചെയ്തപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, അപ്പോൾ പല ആൾക്കാർ പറഞ്ഞു, ഏതോ അവസാനം ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു സാറേ അങ്ങനെ ഒരു കാര്യം കണ്ടതായിട്ട് ഓർക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഉണ്ട്, നോട്ടിലുണ്ടത്. അന്ന് നോട്ടായിരുന്നു. ഇതിപ്പോൾ പവർ പോയിൻ്റാണ്. അന്ന് ഇത് ഒരു നോട്ട് പോലെ അടിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുപോകാമായിരുന്നു. ഇപ്പം നമ്മൾ പവർ പോയിൻ്റ് ആക്കിയത്. നിങ്ങൾക്കിത് നോട്ടാക്കി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതങ്ങ് എഴുതിയെടുത്തുണ്ടാൽ മതി. യു മേക്ക് യുവർ മൈൻഡ് സെക്യൂർ ബൈ ഷീൽഡിങ് ഇറ്റ് വിത്ത് എ ബുള്ളറ്റ് പ്രൂഫ്. എന്താണ് ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുന്നത്? ദ റൈറ്റ് നോളജ് അബൌട്ട് ദ മൈൻഡ്. മനസ്സിനെ പറ്റിയുള്ള കറക്റ്റായിട്ടുള്ള അറിവുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ആർക്കും ദ്രോഹിക്കാൻ പറ്റിയല്ല, ആർക്കും വെടിവെക്കാൻ പറ്റിയല്ല, കുത്താൻ പറ്റിയല്ല, വെട്ടാൻ പറ്റിയല്ല. എന്ന് പറഞ്ഞാൽ നോബഡി ക്യാൻ ഹർട്ട് യു വിത്തൗട്ട് യുവർ നോളജ്. നിന്റെ അറിവില്ലാതെ കൊണ്ട് നിന്നെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞതിൻ്റെ കാര്യം. മനസ്സിനെ അറിഞ്ഞില്ലെങ്കിൽ അപകടമാണ്. മനസ്സിന് അസുഖം വന്നാൽ റിലാക്സ് ചെയ്താൽ മതി. അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞത്. വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. നിങ്ങൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട, എവിടെയെങ്കിലും പോയി ഇങ്ങനെ ബ്രീത്തിങ് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അതാണ് റിലാക്സ് ചെയ്യാന്ന് പറയുന്നത്. അതുകൊണ്ട് അതാണ് ഞാനിപ്പം ബ്രീത്താക്കി കൊടുത്തത്. റിലാക്സ് ചെയ്തപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഞാൻ ഓൾറെഡി റിലാക്സ്ഡ് ആണ്. അറിവുകളും ആശയങ്ങളാണ് മനസ്സിൻ്റെ സാധാരണ ഭക്ഷണം. ആത്മീയതയാണ് പോഷകാഹാരം. അതിപ്പോൾ മലയാളത്തിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിനെ ചലിപ്പിക്കാതെ ഇരുത്തുന്നതാണ് മനസ്സിൻ്റെ വ്യായാമം. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ചാരിയിരിക്കുക, ബ്രീത്തിങ് ശ്രദ്ധിക്കുക, അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുക. കുറച്ച് കഴിയുമ്പം എന്താ സംഭവിക്കുന്നത്? ഞാൻ അറിയുന്നു എൻ്റെ ശരീരം ബ്രീത്ത് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പം ഞാൻ മാത്രമേ ഉള്ളൂ, ഇതറിയുന്ന ആളില്ല എന്ന് പറഞ്ഞാൽ മനസ്സവിടെ ഇല്ല. ബ്രീത്തിങ് ശരീരം ചെയ്തോളൂ. അത് നമ്മൾ വേറെ ആരും ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. ആ കാര്യം നമ്മൾ ശരീരത്തിനെ ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ ഇങ്ങനെ വേറൊരു ലോകത്തിലിരിക്കും. ഇങ്ങനെയാണ് ധ്യാനിച്ചിരിക്കുക എന്ന് പറയുന്നത്. ഞാനൊന്നും അറിയുന്നില്ല. ഉറുമ്പ് കടിച്ചാലും അറിയാൻ, ഇടിവെട്ടിയാലും അറിയാല്ല. അങ്ങനെയാണ് ഈ വലിയ ഋഷിമാരൊക്കെ അതിനാ പറയുന്നത് സമാധി അടയാന്നത്. അവർക്ക് മരണമില്ല. ഇനി ഫിസിയോളജി എന്താണെന്ന് വായിച്ചേ. Physiology, ശരീരശാസ്ത്രം. It is our behavior, facial expressions, body posture, and the way the body moves. അതാണ് ഫിസിയോളജി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ ചേഞ്ചസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാളുടെ പ്രശ്നം എന്നാണ്. അതാണ് ഫിസിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാറ്റിയാൽ മതി ശരീരത്തിന്. ആദ്യം NLP പറഞ്ഞ അതേ കാര്യം തന്നെ ഇല്ലേ?
ശരീരത്തിൽ മുഖത്ത് വലിയ എക്സ്പ്രഷനൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും നീ ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞാൽ മതി, എന്തിനാ ഈ ബലം പിടിച്ചിരിക്കുന്നത്, ഇന്ന് ചിരിച്ചങ്ങ് ഇരുന്നതിനെ കുഴപ്പമിരിക്കുന്നത്. അത് തന്നെയാണ് ബോഡി ആൻഡ് മൈൻഡ് ആർ പാർട്സ് ഓഫ് ദ സെയിം സിസ്റ്റം എന്ന് പറഞ്ഞത്. ഇനി ഹിപ്നോതെറാപ്പി എന്താണെന്ന് വായിച്ചേ. Hypnotherapy is a type of mind-body intervention ഇടപെടൽ in which hypnosis is used to induce സ്വാധീനിക്കുക a hypnotic state. ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ടാമതൊരാളെ മൂന്നാമതൊരാളെ കൊണ്ട് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ക്ലാസ് ചെയ്തില്ലേ കഴിഞ്ഞ ദിവസമൊക്കെ. നിങ്ങളെ ഉറക്കത്തിലേക്ക് പോകുന്ന പോലെ പോയി ആ സമയത്ത് പോസിറ്റീവ് സജഷൻസ് ഒക്കെ കൊടുക്കുന്നതാണ് ഹിപ്നോട്ടിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മൈൻഡിന്റെ ഫുൾ ഫോം എന്താണ്? വായിച്ചേ. Multiple intelligence in normal direction. അതായത് നമുക്ക് പല ഇൻ്റലിജൻസുകളുണ്ട്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. പക്ഷെ അതെല്ലാം നോർമലായിട്ട് പോയി കഴിഞ്ഞാൽ പോകുന്നത് അതിൻ്റെ സംഗതിക്കാണ് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് മൈൻഡ് അല്ല. അല്ലെങ്കിൽ അതെല്ലാം ഇതാണ് നമ്മുടെ നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൂടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. മൈൻഡ് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന. മൈൻഡ് വേണം. അപ്പൊ ആ മൈൻഡ് എന്ന് പറയുന്നതാണ് ഈ സംഗതി. നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിനെ ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആ മൈൻഡിന്റെ ഡെഫിനിഷനാണ് ഈ പറഞ്ഞത്. അല്ലാത്തത് മൈൻഡ് അല്ല. ദേഷ്യം എന്ന് പറയുന്നത് അതൊരു വികാരമാണ്. ശരിക്കുള്ള മൈൻഡ് പവർ എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം എവിടെയോ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന്റെ ഫ്രീ ഇട്ടിരിക്കുന്നത് ക്യാപ്ഷൻ തന്നെ അതായിരുന്നു. അബോധ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ പവർ ഓഫ് ദ ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എല്ലാം വൃത്തികെട്ട സംഗതികളാണ്. അതിൻ്റെ അകത്ത് മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡിൽ പവർ വരണമെന്നുണ്ടെങ്കിൽ നോർമൽ ഡയറക്ഷനുള്ള ഇൻ്റലിജൻസിലേക്ക് അതിനെ എത്തിക്കണം. നോർമൽ ഡയറക്ഷനുള്ള ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നടത്തി തരുന്ന ഇൻ്റലിജൻസിനാണ് നോർമൽ ഡയറക്ഷനുള്ള ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. മറ്റേതൊന്നും ഇൻ്റലിജൻസ് അല്ല. ക്രൂരകൃത്യം ചെയ്യുന്നൊന്നും ഇൻ്റലിജൻസ് അല്ല. തട്ടിപ്പ് വെട്ടിക്കപ്പ് നടത്തുന്ന ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ വർത്ത് വൈലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഗുണകരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. മറ്റേതൊക്കെ ചെറുത്താൻ്റെ ബുദ്ധിയാണ്. അതിന് നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയല്ല. അപ്പോൾ മൈൻഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വൃത്തികെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ, വർത്ത് വൈലല്ലാത്ത പവർ, അതാണ് നെഗറ്റീവ് ഇമോഷൻ എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇമോഷൻ അത് വെച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ നെഗറ്റീവ് പവർ ഞാൻ ഇന്നലത്തെ ഫ്രീ വെബിനാറിനകത്ത് പറഞ്ഞായിരുന്നില്ല, നെഗറ്റീവ് പവർ. മറ്റതെല്ലാം പോസിറ്റീവ് പവറാണ്. അപ്പം ഈ മുള്ളുകളെല്ലാം നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന നെഗറ്റീവ് പവറായിരിക്കും. ആ നെഗറ്റീവ് പവർ കൊണ്ട് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. വർത്ത് വൈലായിരിക്കും. വർത്ത് വൈൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള വേർഡാണ് കേട്ടോ. വർത്ത് വൈലിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ സംതിങ് ഗുഡ് ഫോർ മീ, ടു മൈ ഫാമിലി മെമ്പേഴ്സ്, ടു പീപ്പിൾ അറൗണ്ട് മീ. പിന്നെ അങ്ങനെ പോകും. അവസാനം ഇറ്റ് ഷുഡ് ബി ഗുഡ് ഫോർ ദ ഹോൾ വേൾഡ്. ഇപ്പോൾ ബോംബ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആർക്കും ഗുണകരമല്ല. എനിക്കും ഗുണകരമല്ല, നാട്ടുകാരും ലോകത്തിനും ഗുണകരമല്ല. അതാണ് പറഞ്ഞത്.
പവേഴ്സ് ഓഫ് ദ മൈൻഡ്. ഇത് നിങ്ങൾ വേറെ ലോകത്തിൽ ഒരിടത്തും ഇത് നിങ്ങൾ പഠിക്കുകയില്ല, എൻ്റെ അടുത്തുനിന്ന് മാത്രമേ ഇത് പഠിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ തപ്പി നോക്കിയോ ഈ സാധനം കിട്ടുമെന്ന്, ഒരിടത്തും കിട്ടുകയില്ല. നമ്മുടെ മനസ്സിന് പവർ ഉണ്ടെന്ന് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. എന്തൊക്കെയാണ് പവർ? വിഷ്വലൈസ് ചെയ്യാനുള്ള പവർ നമുക്കുണ്ട്. ആസ് ഇഫ് ദെൻ ആൻഡ് ദെയർ സിറ്റുവേഷൻ. ഇപ്പം നിങ്ങൾ വിഷ്വലൈസ് ചെയ്തു, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇപ്പം നിങ്ങൾ വിഷ്വലൈസ് ചെയ്തു, അത് മനസ്സിൻ്റെ ഒരു പവർ ഉപയോഗിച്ചിട്ട് ചെയ്താണ്. ദിസ് ഈസ് ദ വിഷ്വലൈസ് ദ പവർ ഓഫ് ദ മൈൻഡ് ഇൻ വിച്ച് യു ക്യാൻ സീ ടുമോറോസ് തിങ്സ്, യു ക്യാൻ സീ ദ പാസ്റ്റ് തിങ്സ്. എങ്ങനെയാണ് അതിനെ പ്രസന്റിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവാണ്. അതാണ് വിഷ്വലൈസിങ്. വാട്ട് ഈസ് വിഷ്വലൈസിങ്? ഫ്യൂച്ചറിൽ കിടക്കുന്ന സാധനത്തിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരും അല്ലേ? അമേരിക്കയിലാണ് നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവരും, അവരറിയ പോലും ഇല്ല. അതാണ് ദാറ്റ്സ് കോൾഡ് വിഷ്വലൈസ്. ദാറ്റ് ഈസ് പവർ ഓഫ് ദ മൈൻഡ്, വൺ ഓഫ് ദ പവർ ഓഫ് ദ മൈൻഡ്. അടുത്തത് ഡൈവേർട്ട്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെ വീട്ടിൽ പോയിട്ട് വരാം ഈ പറഞ്ഞ നേരം കൊണ്ട്, അമേരിക്കയിൽ കാനഡയിലൊക്കെ പോയിട്ട് വരിക. അതാണ് ഡിസ്പ്ലേസ്. അപ്പം ഞാൻ നിങ്ങളോട് പച്ചക്കറിയുടെ കാര്യം പറയുകയാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് അടുക്കളയിൽ പോയി സ്റ്റോർ റൂമിൽ നോക്കിയിട്ട് വരാം അവിടെ പച്ചക്കറി ഉണ്ടാകും. ഇവിടെ ഇരുന്നോണ്ട് എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഈ സ്റ്റോറിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടാൽ മതി. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരണം. ഇനി കണ്ണു തുറന്നു. അപ്പൊ ഇതാണൊരു പവർ. മനസ്സിനെ എങ്ങോട്ട് വേണേലും ഇവിടെ ഇരുന്ന് നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. ഡൈവേർട്ട് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണം. ഇല്ലെങ്കിൽ മനസ്സതിൻ്റെ വഴിക്ക് പോയാൽ പിന്നെ തിരിച്ചു വരത്തില്ല. അപ്പൊ ആ പവറിനെ പവറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്ത് മാത്രമേ ഉള്ളൂ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണം. ഇല്ലെങ്കിൽ മൈൻഡിൻ്റെ വഴിക്ക് പോയി. ഡൈവേർട്ട്. തിങ്കിങ് എന്താണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് ഇന്റേണൽ ടോക്ക്. അതാണ് തിങ്കിങ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയത്തില്ല. സെൻസ് ഫീലിംഗ്. അപ്പൊ ഈ തിങ്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫീലിംഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാകുന്നത്. ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏക പവർ ഇൻവോൾവ്മെന്റ് ആണ്. ക്ലാസ്സിൽ ഫുള്ളി ഇൻവോൾവ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, തിങ്ക് ചെയ്യാൻ പാടില്ല, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. വിഷ്വലൈസ് ചെയ്യാൻ പാടില്ല, ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല, തിങ്ക് ചെയ്യാൻ പാടില്ല. ഞാൻ തിങ്ക് ചെയ്യാൻ പറഞ്ഞെങ്കിൽ മാത്രമേ തിങ്ക് ചെയ്യാവുള്ളൂ, ഡൈവേർട്ട് ചെയ്യാൻ പറഞ്ഞെങ്കിൽ മാത്രമേ ഡൈവേർട്ട് ചെയ്യാവുള്ളൂ, വിഷ്വലൈസ് ചെയ്യാൻ ഇതെല്ലാം നിങ്ങളിപ്പോൾ ചെയ്തല്ലോ. അല്ലെങ്കിൽ ഇതാണ് യു ആർ ഇൻവോൾവിങ് വിത്ത് ദിസ് ക്ലാസ്. ഇവിടെയാണ് മനസ്സ്, വേറൊരിടത്തും പോയിട്ടില്ല. പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി. ഇല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോട്ട് എഴുതണ്ടെന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് വീഡിയോ സപ്ലൈ ചെയ്യുന്നത്. ഈ ലാസ്റ്റ് എഴുതുന്നത് നിങ്ങൾക്ക് വായിക്കാവോ? കാണാമോ? Concentrate attention on a single target. ഞാൻ അതിന് മുകളിൽ പടം കയറ്റിയിട്ടായിരുന്നു. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സാധനത്തെ മാത്രമേ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് കോൺസെൻട്രേറ്റ്. ഞാനിപ്പോൾ പറഞ്ഞില്ല, ബ്രീത്തിങ്ങിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ, അത് തന്നെ. വേറെ എങ്ങോട്ട് ചിന്തയൊന്നും വേണ്ട, മൊത്തം മനസ്സ് ആ ബ്രീത്തിങ്ങിൽ ഇരിക്കുക. കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ സാധനം ഇല്ലാണ്ടായിട്ട് ഞാൻ മാത്രമായി തീരും. അതാണ് കോൺസെൻട്രേഷൻ. ഇപ്പം ഈ 5 കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അറിഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ ഇതിനു മുമ്പ്, ഒരു കുഴപ്പമില്ലായിരുന്നില്ല. പക്ഷെ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്.
എന്ന് ചോദിക്കണം. അപ്പൊ ഇതെല്ലാം പവറുകളാണ്. ഈ പവറുകളെല്ലാം പവറായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പവറായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ആവശ്യമുള്ളപ്പം മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. മാറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വീക്ക്നെസ് ആയിട്ട് മാറും. എല്ലാ പവറും ആവശ്യത്തിലല്ലെങ്കിൽ അത് വീക്ക്നെസ് ആണ്, അല്ലേ? നമ്മുടെ എല്ലാം ഒരു കത്തി വേണ്ട കാര്യത്തിനല്ല ഉപയോഗിക്കുന്നെങ്കിൽ അതുകൊണ്ട് വരുന്ന അപകടമല്ലേ വരുന്നത്? എന്ന് പറഞ്ഞാൽ ഈ പവറ് ആവശ്യത്തിന് വേണ്ട, അതിൻ്റെ കറക്റ്റ് യൂസ് ആയിരിക്കണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആ കറക്റ്റാണ് അതിൻ്റെ ഉപ്പ് പാകത്തിനെന്ന് പറയുന്നത്. ഉപ്പ് നല്ലതാണ്, പക്ഷെ അത് പാകത്തിനായിരിക്കണം. അതിലൊരു ശകലം കൂടിക്കഴിഞ്ഞാൽ തീർന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ആവശ്യത്തിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇതാണ് പവേഴ്സ് ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്നത്. ഇതാണ് ഇന്നലെ ഞാൻ കാണിച്ചിരുന്ന സാധനം. ഇതിൻ്റെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, അറിയാമല്ലോ. നമ്മുടെ ഈ ഫാൻ ഓടിക്കണമെങ്കിൽ അതിനൊരു വോൾട്ടേജ് വേണം, അല്ലെങ്കിൽ കറണ്ട് ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ശരീരം ഓടിക്കണം എന്നുണ്ടെങ്കിൽ ലൈഫ് ഈസ് ഫിസിക്കൽ ആൻഡ് മെറ്റാഫിസിക്കൽ. ഇറ്റ് ഈസ് ലൈക്ക് എ ഫാൻ. വാട്ട് വി സീ ഈസ് ദ ഫിസിക്കൽ ബോഡി. അപ്പം നമ്മുടെ ശരീരമാണ് കാണുന്നത്. മെറ്റാഫിസിക്കൽ എനർജി ഈസ് ഇലക്ട്രിസിറ്റി, or metaphysical energy is so slow like the electricity required to burn on. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ഊർജം വേണം. ആ ഊർജം ആവശ്യത്തിന് ആർക്കും ഇല്ലാത്തതിൻ്റെ പേരിലാണ് നമുക്ക് ദേഷ്യം, സങ്കടം, പേടിയൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് വേണ്ട ചിന്തകളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തത്. ഊർജത്തിൻ്റെ കുറവാണ്. ചിന്തകൾ ഏതാ വേണ്ടതെന്ന് നമുക്കറിയാം. എന്താണ് ചിന്തകൾ? എനിക്ക് ദേഷ്യം വന്നു. എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്ന പോലെ അവൻ പ്രവർത്തിച്ചില്ല. അപ്പോൾ ആ ദേഷ്യം പോകണമെന്നുണ്ടെങ്കിൽ എന്നാ വേണ്ടതെന്ന് നമുക്കുള്ള ഒരു പുതിയ ചിന്തനെ പറ്റി അറിയാം. അതിപ്പോൾ അയാളുടെ സൗകര്യത്തിനല്ലേ പ്രവർത്തിക്കുന്നത്. നമ്മളെ ദേഷ്യപ്പെട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് നീയൊന്ന് ചിന്തിച്ചേ. ഓ, അങ്ങനെ ചിന്തിക്കാൻ പറ്റിയല്ല. അതാണ് ഊർജമില്ലെന്ന് പറഞ്ഞത്. ചിന്തനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ അതിനെ നിലനിർത്താൻ പറ്റിയല്ല. നിലനിർത്തിയെങ്കിൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ബസ്സിനെ കൈ കാണിച്ചു, ബസ് നിന്നില്ല. എനിക്ക് ദേഷ്യം വന്നു. ദേഷ്യം വന്നത് എന്തുകൊണ്ടാണ്? ബസ് നിൽക്കാത്തതിൻ്റെ പേരിൽ. ബസ് നിൽക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ബസ് നിൽക്കുമോ? ചിന്തിച്ചില്ലെങ്കിൽ ബസ് നിൽക്കുമോ? ആ ബസ് ഓടിക്കുന്ന കണ്ടക്ടറോ അല്ലെങ്കിൽ ഡ്രൈവർ തീരുമാനിക്കണം നിർത്തണോ വേണ്ടെന്നുള്ളത്. ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഞാൻ ചിന്തിച്ചു ബസ് നിൽക്കട്ടെന്ന്, ബസ് നിന്നില്ല. അപ്പോൾ മനസ്സിൽ പുതിയ ചിന്ത കൊണ്ടുവരണം. ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല ബസ് നിൽക്കുന്നത്. അത് ബസ്സിൻ്റെ ഉടമസ്ഥൻ, ബസ് ഓടിക്കുന്ന ആള് ചിന്തിക്കുന്ന പോലെയാണ്. അവൻ ചിന്തിച്ചില്ല, അവൻ ചിന്തിച്ചു ബസ് പോട്ടെന്ന്. അപ്പം അവൻ്റെ ചിന്തയ്ക്കനുസരിച്ചാണ് ബസ് പോയത്. അങ്ങനെ നീ ഒന്ന് ചിന്തിച്ചേ. അങ്ങനെ ചിന്തിക്കുന്ന എങ്ങനെയാ? ഞാൻ കൈ കാണിച്ചാൽ അവൻ നിർത്തണ്ടേ? ഇതാണ് പറഞ്ഞത്. ഈ ഊർജമില്ലെങ്കിൽ പുതിയ ചിന്തേനെ നിലനിർത്താൻ പറ്റിയെന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയോ? ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്. നമുക്ക് ചിന്ത കൊണ്ടുവരാൻ പറ്റും, പക്ഷെ ആ ചിന്തനെ നിലനിർത്താൻ പറ്റിയല്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഊർജമില്ല. ഇതാണ് മെറ്റാഫിസിക്കൽ എനർജി എന്ന് പറഞ്ഞ സാധനം. ഈ ഊർജം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സിനെ എപ്പോഴും ശാന്തമായിട്ട് കൊണ്ടു നടക്കുന്ന പറഞ്ഞു. ശാന്തമായ മനസ്സിന് മാത്രമേ ഊർജമുള്ളൂ. അല്ലാത്ത മനസ്സിൽ ഊർജം ഇല്ല. അല്ലാത്ത മൈൻഡിലുള്ളതാണ് നെഗറ്റീവ് എനർജി. നെഗറ്റീവ് എനർജി വെച്ചിട്ടാണ് പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുന്നത്. എന്നിട്ട് ഈ ബസ് പോയിട്ട്, അപ്പോൾ ഈ ദേഷ്യം ഇവിടെ നിൽക്കുകയാണ്.
ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്. തിരിച്ചു വരുമ്പം ആ ബസ് കൈ കാണിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഇതൊക്കെ അറിയത്തില്ലല്ലോ. നമ്മൾ തന്നെയാണ് കൈ കാണിച്ചിട്ട് കല്ലെറിഞ്ഞിട്ട് പറയും, ഇതേ നീ അങ്ങോട്ട് പോയപ്പോൾ വണ്ടി നിർത്തിയില്ലേ, ഇപ്പം നിനക്ക് നിർത്താൻ പറ്റിയല്ലോ, ഇനി മേലെ കൈ കാണിച്ചാൽ നീ നിർത്തിയിരിക്കണം. ബസിൻ്റെ ജില്ല എറിഞ്ഞു പൊട്ടിച്ചു. ഇതാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഊർജം എവിടെയാണ് കിടക്കുന്നത്? നെഗറ്റീവ് എനർജി ആയിട്ട് കിടക്കുന്നത്. എന്തുകൊണ്ടാണ്? തോട്ട് വർത്തുവയിലായിട്ടുള്ള തോട്ടല്ലായിരുന്നു. ഇതൊക്കെയാണ് മൈൻഡ് മാസ്റ്ററി പഠിച്ചു കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും. ചിന്തകളെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചിന്തകൾ സ്ഥിരം മനസ്സിൽ കൊണ്ട് നടക്കണം. എന്താണ് ചിന്ത വേണ്ടത്? ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് നിർബന്ധമില്ല. ഏത് കാര്യത്തിലും ഇതെവിടെ ഉപയോഗിക്കാം നമുക്ക്. ദേഷ്യം വന്നാലും സങ്കടം വന്നാലും വെറുപ്പ് വന്നാലും അസൂയ വന്നാലും ഈ ഒരൊറ്റ ചിന്ത മാത്രം മതി. നിങ്ങളൊക്കെ ഏതെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ ആ വന്ന കാര്യം ഒന്ന് ഓർത്ത് നോക്കിക്കുക, ഒന്ന് കണ്ണടച്ചെല്ലാവരും. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വികാരം എന്തിനെ പറ്റിയെങ്കിലും, നിങ്ങളുടെ അയൽവക്കക്കാരെ പറ്റിയോ വീട്ടുകാരെ പറ്റിയോ നാട്ടുകാരെ പറ്റിയോ ഗവൺമെൻറ്റിനെ പറ്റിയോ എന്തെങ്കിലും ഒരു നമുക്ക് ദഹിക്കാത്ത ഒരു ചിന്ത ഉണ്ടോയെന്ന് കണ്ടുപിടിച്ച് ആ ചിന്ത വന്നു കഴിയുമ്പം അതിനനുസരിച്ചുള്ള വികാരം വന്നില്ലേ എന്ന് നോക്കിക്കേ. അതേ ചിന്തയിൽ ഇരിക്കുകയാണെങ്കിൽ ആ വികാരം അവിടെ തന്നെ നിലനിൽക്കും. അപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് ഊർജം കൊണ്ട് വർത്തുവയിലല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ആ ചിന്തനെ ഇപ്പം തന്നെ ശരിയാക്കി എടുക്കണം. ഇപ്പം മനസ്സെന്ത് ചെയ്താൽ അംഗീകരിക്കുകയല്ല പുതിയ ചിന്ത കൊണ്ടുവരാൻ. ഓക്കെ, കണ്ടു തുറന്നോളൂ. ഇപ്പം നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ 24 മണിക്കൂർ ഉണ്ടല്ലോ. നാളെ 8:30 വരുന്നതിന് മുമ്പായിട്ട് വരുമ്പം ഏതായാലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കുറേ നെഗറ്റീവ് ചിന്തകൾ വരും. ആ വന്നു കഴിയുമ്പം നാളെ വരുമ്പോൾ ഇതെല്ലാം മറന്നു പോകും. അപ്പോഴേ നിങ്ങളൊന്ന് എഴുതി വയ്യും എന്താണ് നെഗറ്റീവ് ചിന്ത വന്നത്. ചിലപ്പം ഭർത്താവിനെ പറ്റിയായിരിക്കും, ചിലപ്പം മക്കളെ പറ്റിയായിരിക്കും, ചിലപ്പോൾ അയൽവക്കരെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയായിരിക്കും, പാസ്റ്റിനെ പറ്റിയായിരിക്കും. അത് വരുമ്പം എഴുതി വെക്കുക. കുറഞ്ഞത് ഒരു 60,000 ചിന്തകളെങ്കിലും വരും എന്നാണ് പറയുന്നത് ഒരു ദിവസം. നമ്മൾ അറിയുന്നില്ല. 60,000 തോട്ട്സ്. അതിനകത്ത് 98% വന്ന അതേ ചിന്തകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കും താഴേക്ക് വന്നു കഴിയുമ്പോൾ. അപ്പം ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ്. അപ്പം ഇതിനെപ്പറ്റിയുള്ള ശ്രീജയുടെ മുഖം ഇച്ചിരി പൊങ്ങടി. ഓക്കെ, ഇപ്പൊ സമയം ഏതാണ്ട് തീരാറായി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. 9:57. റീത്ത എന്ത് പറയുന്നു? എങ്ങനെ പോകുന്നു ക്ലാസ് കേട്ടിട്ടൊക്കെ? ഇത് ഇപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന്റെ ഉത്തരം പെട്ടെന്ന് പറയണം. ഇപ്പൊ നടുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ ഈ ഇരിപ്പില് ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുമ്പോ? ഞാൻ ഇങ്ങനെ ബെൽറ്റ് ഇട്ടോണ്ടായിരിക്കുന്നതേ, ആ, നടുവിനില്ല, ഷോൾഡറിനും പുറത്തും കൂടെ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ക്ലാസ് 1.5 മണിക്കൂർ തീർന്നു പോയത് വല്ലതും അറിഞ്ഞോ? അറിഞ്ഞില്ല. അതാണ്, ഇതാണ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് കറക്റ്റ് ഇൻവോൾവ്മെന്റ്. ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ലോകമില്ല. അവിടെ പേനായും കടലാസും എഴുതി കഴിഞ്ഞാൽ വേറെ ലോകത്തിലേക്ക് നമ്മൾ പോയി. ഇതെന്തേ പേന തെളിയാത്തത്? ഇതെന്നാ ഇടപാട്? മനസ്സ് പോയി അവിടുന്ന്. പിന്നെ തിരിച്ച് ഇൻവോൾവ്മെന്റിലേക്ക് വരാൻ പറ്റുകയില്ല. അതേസമയം ഇവിടെ നിങ്ങൾ
ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻവോൾവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഡൈവേർട്ട് ചെയ്യുന്നത്. അടുക്കളയിലെ കാര്യങ്ങൾ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയി, അത് ഇൻവോൾവ്മെന്റ് നിങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇൻവോൾവ്മെന്റിൽ അല്ലെങ്കിൽ തിരിച്ചു വരത്തില്ല, അവിടെ കടന്നു പോകും, അടുക്കള കടന്നു പോകും. അപ്പൊ അത് ഓവർ തിങ്കിങ് ആയിട്ട് വരും. അപ്പൊ ഈ 5 പവർ നമ്മളിപ്പോൾ കണ്ട സാധനങ്ങൾ മനസ്സിൽ ഓരോരോ പവർ നിങ്ങൾ ഉപയോഗിക്കുമ്പം ഇത് എൻ്റെ പവറാണ് ഉപയോഗിക്കുന്ന ആവശ്യത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്ന ഒരു അവയർനെസ്സിൽ ഇരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്മൾ ടൂൾസ് ഉപയോഗിക്കുള്ള ഉപയോഗിക്കുന്നത് കത്തിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അറിഞ്ഞിരിക്കണം. വടിയാ ഉപയോഗിക്കുന്നത് വടിയാണെന്ന് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ വടി പിടിച്ച് കത്തി ഉപയോഗിച്ചിട്ട് വടിയാണെന്ന് വിചാരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിലോ ആൾക്കാർക്ക് ഇട്ട് തട്ട് കൊടുക്കും, മുറിയാൻ പറ്റും. അതുപോലെ നമ്മൾ കത്തി പിടിച്ചിട്ട് വടിയാന്നുള്ള ധാരണ വെറുതെ വടിയുടെ അറ്റത്ത് പിടിക്കുന്ന പോലെ കയറി പിടിച്ചക്കായി മുറിയുകയും ചെയ്യും. ഇതുപോലെ ഈ പവറുകൾ മുഴുവൻ വടികളാണ്, ആയുധങ്ങളാണ്. നമ്മുടെ മനസ്സിന്റെ ആയുധങ്ങളാണ് ഈ പറഞ്ഞ 5. ആ ആയുധം എന്തായുധമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയണം, ദിസ് ഈസ് ദ പവർ, ദിസ് ഈസ് ദ ടൂൾ ഐ ആം യൂസിങ്. മനസ്സിന്റെ ടൂൾസ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ നാളെ വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. കഥ കടച്ച് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇതിൻ്റെ ടൈം എത്രയാണോ അത്രയും ടൈം ഇരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇരിക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും ഇത് എന്ത് സാധനമാണ് തലയിലൊന്നും കയറുന്നില്ലെന്ന് പറയും. ഇങ്ങനെ ഒരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കും. ക്ലാസ്സിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് വീണ്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോഴാണ് ഇത് സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, 10 മണി കഴിയാൻ പോണു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. കാണാം. Good night, sir. Good night, all. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.